നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കൊള്ള സ്ഥലത്തേക്കാണ്. കൊള്ളയെന്ന് പറഞ്ഞാൽ വെറും കൊള്ളയല്ല, ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള നടക്കുന്ന ഒരു കൊള്ള സങ്കേതത്തിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള, അതായത് തമിഴ്നാടിൻ്റെ ബോർഡർ വരെയുള്ള സ്ഥലങ്ങളിൽ 41 കിലോമീറ്റർ റോഡ് പണിയുന്നതിന് വൈഡനിങ്ങിനും മറ്റുമായി 380.76 കോടി രൂപയ്ക്ക് ഗുജറാത്ത് ആസ്ഥാനമായ ദിനേശ് ചന്ദ്ര അഗർവാൾ എന്ന കമ്പനി കോൺട്രാക്ട് എടുത്തു. ഈ കോൺട്രാക്ട് കൊച്ചിയിലുള്ള ഗ്രീൻ വർത്ത് എന്ന കമ്പനിക്ക് സബ് ലീസ് കൊടുത്തു. അങ്ങനെ സബ് കോൺട്രാക്ട് കിട്ടിയ ആ കമ്പനിയാണ് ഇവിടെ ഈ പണികൾ നടത്തുന്നത്. നിങ്ങൾക്ക് കാണാം, എൻ്റെ പിന്നിൽ ഈ കാണുന്ന ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്ററിലെ പാറ ഇത് മൊത്തം പൊട്ടിച്ചു. ഇതിന് പാരിസ്ഥിതിക അനുമതികളില്ല, ഇതിന് നോട്ടമില്ല, പറയാനില്ല, ചോദിക്കാനില്ല. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, 2-3 വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊള്ള കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ല. ഇപ്പോഴിതാ ഇത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറന്നിരിക്കുന്നു. അവിടെ റവന്യൂവിലെ ഇടുക്കിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു, 2 ലോറികൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പിടിച്ചു. ഇതാണ് ഇത്രയും കാലമായി ഉണ്ടായത്. വർഷങ്ങളായി, 2-3 വർഷങ്ങളായി ലക്ഷക്കണക്കിന് ലോഡ് ടൺ പാറ ഇവിടുന്ന് പോയിട്ട് റോഡ് സൈഡിൽ വലിയ യൂണിറ്റ് ഉണ്ടാക്കി അവർ അത് പാറ പൊട്ടിച്ച് മെറ്റലാക്കിയിട്ട് അതിൻ്റെ സാൻഡ് ഉണ്ടാക്കിയിട്ട് ഇതൊന്നും ആരും കാണുന്നില്ല. മെയിൻ റോഡിൻ്റെ സൈഡിലാണ് സുഹൃത്തുക്കളെ ഈ സംഗതികൾ ഇത്രയും ഉണ്ടായിട്ട് ഇവിടുത്തെ റവന്യൂ അധികാരികളോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളോ വില്ലേജോ ഒന്നും ഇത് കണ്ട മട്ട് നടിക്കുന്നില്ല. ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ കണ്ടതിൻ്റെ ഉദ്ദേശവും മനസ്സിലാകുന്നില്ല. ഈ കേസിനി എവിടെ ചെന്ന് നിൽക്കും എന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇപ്പോൾ ഇതാ 30 കോടി രൂപയോളം ഫൈൻ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ ഇടുക്കി കളക്ടർ എച്ച് ദിനേശൻ, അദ്ദേഹമാണ് 30 കോടി രൂപ ഇവർക്ക് പിഴയിട്ടത്. എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ ഒരു വീട് വെക്കുമ്പോൾ ഒരു ലോഡ് മണ്ണ് മാറ്റിയാൽ, അല്ലെങ്കിൽ വീടിന് മുമ്പിലുള്ള ഒരു ചെറിയ ഒരു പാറയെങ്കിലും ഒന്ന് പൊട്ടിച്ചു മാറ്റിയാൽ ജിയോളജിക്കൽ സർവേ ഓടി വരും, പഞ്ചായത്ത് വില്ലേജ് അധികാരികളോട് വരും, പോലീസുകാർ ഓടി വരും. എല്ലാവരും കൂടി വന്ന് ആ പാവപ്പെട്ടവൻ്റെ മെക്കിട്ട് കയറി അവൻ്റെ വീട് വെക്കുന്ന സ്ഥിതി പോലും ഇല്ലാതാക്കും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇടിയാറായി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ലോഡ് മണ്ണെടുത്താൽ അവൻ്റെ കാര്യം പോക്കാണ്. പിന്നെ അവന് വീടില്ല, അവന് ബിൽഡിംഗ് വെക്കാൻ പറ്റില്ല, അവൻ്റെ പേര് കേസായി വഴക്കായി എല്ലാമായി. പക്ഷേ 2-3 വർഷങ്ങളായി ഇത്രയും വലിയ ഒരു മലയിൽ നിന്ന് ലക്ഷക്കണക്കിന് ലോഡ് പാറ പോയിട്ട് ലക്ഷക്കണക്കിന് ലോഡ് മെറ്റൽ ഇവിടുന്ന് കൊണ്ടുപോയി മറിച്ചു കൊടുത്തിട്ട് ഇത് നോക്കാനും കാണാനും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കണ്ണില്ല. കാരണം എന്താണെന്നല്ലേ, ഇവർക്ക് മാസാമാസം കിട്ടേണ്ടുന്ന മാസപ്പടി നന്നായിട്ട് കിട്ടുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. എന്തു പറഞ്ഞാലും വാചകമടിക്കാൻ അവരുണ്ട്. അവർ പറയും, ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ശരിയാണ്, നിങ്ങൾ ആരെയും ദ്രോഹിക്കുന്നില്ല. നിങ്ങൾ പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിലും കാശുകാരൻ്റെ കോടികളിലുമാണ് ഈ ചില ഉദ്യോഗസ്ഥരുടെ നോട്ടം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ അവസാനം ഇതിൻ്റെ പന്ത് വന്ന് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലാണ്. കാരണം NH അതോറിറ്റി റോഡിൻ്റെ വൈഡനിങ്ങിനാണ് ഈ പൈസ കൊടുത്തിട്ടുള്ളത് എങ്കിലും ഇതിൻ്റെ സൈഡിലുള്ള ഭൂമിയുടെ മൊത്തം അധികാരം റവന്യൂ വകുപ്പിനാണ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാണ്. അതേപോലെ റവന്യൂ അധികാരികൾ വേണം ഇത് അളന്ന് തിട്ടപ്പെടുത്തി, സ്റ്റേറ്റിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ഇത് അളന്ന് തിട്ടപ്പെടുത്തി എടുക്കാൻ. പക്ഷേ ഇത്രയും കാലം ഇവരിത് നശിപ്പിച്ചപ്പോൾ, ഇത്രയും കാലം ആയിരക്കണക്കിന് കോടി രൂപയുടെ പാറ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയില്ല എന്നുള്ള രീതിയിൽ കണ്ണുമടച്ചിരിപ്പായിരുന്നു. എന്തൊരു നാടാണിത്! എന്താണ് പറയുന്നത്? നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം നമ്മുടെ നാട്ടിൽ നിന്ന് എന്നില്ലാതാകുന്നു. ഇത് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് മുതൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ
കൈമടക്ക് കൊടുക്കുന്ന കോൺട്രാക്ടർമാരും ബിസിനസ്സുകാരും ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന മൂന്നാറിലെ ഈ പാറയല്ല, കടലല്ല, എന്തു വേണമെങ്കിലും എഴുതി കൊടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തയ്യാറാകും എന്നുള്ളതിൻ്റെ പച്ചയായ ഒരു തെളിവാണിത്. മൂന്നാറിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുന്ന ഹൈവേയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിൽ എഞ്ചിനീയർമാരുണ്ട്, NH ഹൈവേ ഉണ്ട്. NHലാണെങ്കിൽ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരും സബ് എഞ്ചിനീയർമാരും സൂപ്രണ്ടന്മാരും എല്ലാ ആളുകളുമുണ്ട്. ഉദ്യോഗസ്ഥർ നമ്മോട് കാണിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ നികുതി പണവും വാങ്ങിയിട്ട് ഇതേപോലെ റോഡ് പണിയുന്ന കോൺട്രാക്ടർമാരുടെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ച് ആ കൈക്കൂലി കൊണ്ട് പുഷ്ടിപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു താക്കീതാവട്ടെ ഇതിൻ്റെ ഇപ്പോൾ
ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണാം ഇതിൻ്റെ ഒരു യൂണിറ്റ് തന്നെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതായത് ഏതാണ്ടൊരു 2-2.5 കിലോമീറ്ററോളം നീളത്തിലും അത്രയധികം വീതിയിലും മൊത്തം പാറ ഇവിടെ കൊണ്ടുവന്ന് ഇത് മെറ്റലും സാൻഡുമാക്കുന്ന ഒരു യൂണിറ്റ് തന്നെ അവർ ഇവിടെ ഇട്ടിരിക്കുന്നു. ഈ യൂണിറ്റിൽ നിന്നാണ് ഈ റോഡിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഇവിടുന്ന് പോകുന്നതും കൂടാതെ പുറത്തേക്ക് പാറ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇനി സംസ്ഥാന സർക്കാരിന് ഇതിന് തീരുമാനമെടുക്കാൻ നിൽക്കുമ്പോൾ ഈ ഇത്രയും കോടി രൂപയുടെ കൊള്ള നടന്നപ്പോൾ ഒന്നുകിൽ അതിനനുസരിച്ച് ഒരു കോംപ്രമൈസ് നടക്കാം, ഇല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാം, അവരുടെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു പിടിക്കാം. ഇതിലേതാണ് നടക്കുന്നതെന്ന് ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും. ഇവരിൽ നിന്ന് വലിയ ഭീമമായ ഒരു തുക ഈടാക്കി ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ അവസാനം നമുക്കും അനുമാനിക്കാം ഇതിൻ്റെ ബാക്കി പത്രം, ബാക്കി തുക ഒക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്.